എല്ലാവർക്കും ആർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാനായിട്ടും വന്നത് ഒരു ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാലോ, ഇതാണ് ആർച്ച അച്ചു ഫാമിലി വ്ലോഗ്. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ആർച്ച അച്ചു ഫാമിലി വ്ലോഗ്. ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഒത്തിരി വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 88 വീഡിയോസായി ഞാൻ ഇടണേ. ഞാൻ കുറച്ച് നാളായുള്ളൂ തുടങ്ങിയിട്ട്. 88 വീഡിയോസ് ഇട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ. അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് വയ്യാത്ത കാര്യവും മേജർ സർജറി കഴിഞ്ഞിരിക്കുന്ന ആളാണ്, ട്യൂബ് ഇട്ടേക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് ഒന്നും കൂടി. ഇപ്പം ഞാൻ പറയാൻ വന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ചാള ഇതുപോലെ അച്ചാറിടാൻ വന്നു, ഒരു വീഡിയോ ഇട്ടേച്ചു. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഇത് 1.6K വ്യൂവേഴ്സ് ആയതാണ്. 8 ദിവസമായിട്ടുള്ളൂ ഇത് ഇട്ടിട്ട്. ഇതിനകത്ത് കുറച്ച് കമൻറ്റുകൾ വന്നു. ഞാനിപ്പോൾ അത് പറയാം. കമൻറ്റുകൾ: ഒരു ഷാളിട്ടൂടെ, ഷാളിട്ട് മറിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റ് വേണം, ഞാൻ വായിച്ചേപ്പിക്കാം. ഇതിൽ വന്ന കമന്റ്സ് ആണ്: ജമ്മു ജമീല, ഒരു ഷാൾ ഇടുന്നത് വല്ല വിഷമവും ഉണ്ടോ? എല്ലാവരെയും പോലെ ആവാതെ ഒരു ഷാൾ ഇട്ട് മറയ്ക്കുന്നത് നല്ലതാ. ഈ ഒരു ചോദിക്കാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ എവിടെയാണ് മാറ് കാണിക്കുന്നതെന്ന് ഈ കമന്റ് ഇട്ട ആളൊന്ന് പറയണം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഷാളിട്ട് മറിച്ചൂടെ മാറുന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് കംഫർട്ടായ ഡ്രസ്സേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഒന്നും കൂടി പറയണ, ഓൾറെഡി മേജർ സർജറി കഴിഞ്ഞ ഒരാളാണ്. തലേന്ന് നട്ടല് വഴി വയറ്റിലേക്ക് ട്യൂബ് ഇട്ടേക്കുന്നത്. അപ്പോൾ ട്യൂബ് ഇട്ടേക്കുന്നത് വെള്ളം പാസ് ചെയ്യാനാണ്, തലയിൽ വെള്ളം പാസ് ചെയ്യാനാണ്. എൻ്റെ ബ്രെയിനിലെ രക്തക്കുഴി ചുരുങ്ങി ബ്ലഡ് ബ്ലോക്കായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അസുഖമാണ്. അത് എററായി വരുന്ന ഒരു അസുഖമാണ്. എല്ലാവർക്കും വരുന്ന അസുഖമല്ല, എററായി വരുന്ന ഒരു അസുഖമാണ്. അത് മേജർ സർജറി ആയിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയത് എൻ്റെ കുട്ടിയുടെയും എൻ്റെ 2 അനിയന്മാരുടെയും പ്രാർത്ഥനയും അവർക്ക് വേണ്ടി ദൈവം തന്നതാണ് എന്നെ. അവർക്കൊരു കൂട്ടായിട്ട് എന്നും ഞാൻ നിൽക്കണമെന്ന് ഓർത്തിട്ടാണ് തന്നത്. ഈ ഒരു വലത്തെ കൈയും വലത്തെ കാലും തളർന്നു പോയി കിടന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. അവിടെ നിന്ന് ഞാൻ ഇത്രയുമായി എടുത്തത് എൻ്റെ ഈ മക്കളുടെയും എല്ലാവരുടെയും, എന്നെ ആശുപത്രിയിൽ കണ്ട എല്ലാവരും, എൻ്റെ ഡോക്ടർ എല്ലാവരുടെയും പ്രാർത്ഥനയും ഡോക്ടറിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ ശരീരം മറയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡ്രസ്സില്ലാതെ അല്ലല്ലോ ഞാൻ വീഡിയോ ഇട്ടത്, ഡ്രസ്സേ പാടി തന്നെയാണ് വീഡിയോ ഇട്ടത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അസുഖം വന്നതിന് ശേഷം ശരീരം മൊത്തത്തിൽ ചീർക്കും. എൻ്റെ വയറാണെങ്കിൽ വയറ്റിലേക്ക് ട്യൂബ് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറിനടുത്ത്. ഡോക്ടർ പറഞ്ഞു ട്യൂബ് ഇട്ടേക്കുന്നത് വയറ്റിലേക്ക് കണക്ട് ചെയ്താണ്, ഈ വെള്ളം വന്ന് വയറ്റിലേക്കാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ വയറ് ഓൾറെഡി ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മുടെ ശരീരവും നന്നായിട്ട് ചീർക്കും. ചില സമയത്ത് ഞാൻ ഇതിനേക്കാളും ഭയങ്കരമായിട്ട് ചീർത്തിട്ട് എനിക്ക് എൻ്റെ പഴയ ഡ്രസ്സുകളൊന്നും ഞാൻ ഇടാനില്ല. അതെല്ലാം എനിക്ക് ഒട്ടും ഇടാൻ പറ്റാതെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. പിന്നെ എൻ്റെ കൊച്ചിടുകയാണ് കുറച്ച് ഡ്രസ്സൊക്കെ എൻ്റെ. എനിക്ക് ഇടാൻ പറ്റണില്ല, സങ്കടം വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ഡ്രസ്സ്. പിന്നെ പുതിയതായിട്ട് 2-3 മേടിച്ചിട്ട് 2 ദിവസം ഇട്ട് കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം എനിക്ക് ഇടാൻ പറ്റണില്ല. ഫിറ്റാണ് ഭയങ്കര. പിന്നെ ഒന്നുമില്ലാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ടോപ്പ് തന്നെ ഇട്ട് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു കമൻറ്റേ വന്നിട്ടില്ല. ഈ ഡ്രസ്സ് തന്നെ ഇട്ട് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് സെയിം ഉടുപ്പ് തന്നെ കേട്ടോ, സെയിം ഉടുപ്പിട്ട് തന്നെ ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇലയിൽ ചോറ് തിന്നാൻ ഉള്ള കൊതി കൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി. ഈ സെയിം ഡ്രസ്സ് തന്നെയാണ്, കയ്യില്ലാത്ത ബനിയൻ കണ്ട, ഈ ഡ്രസ്സ് തന്നെയാണ്. ഇതിനകത്ത് കമന്റ് അങ്ങനെ പ്രത്യേകിച്ച് വന്നിട്ടില്ല. എല്ലാവരും
നല്ല കമൻ്റാണ് വന്നേക്കണേ. ഇതേ കണ്ട അടിപൊളി, പിന്നെ ലവ് ചിഹ്നത്തിൻ്റെ കമൻറ്റ്, അങ്ങനെയൊക്കെയാണ് തന്നേക്കണേ. അത് ഈ സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. ഇലയിലെ ചോറുണ്ണാൻ ഉള്ള കൊതി കൊണ്ട് ആ സമയത്ത് എൻ്റെ ശരീരം ഇച്ചിരി കൂടി ഒട്ടിയിരിക്കണം ഈ ഡ്രസ്സ്. അതേപോലെ തന്നെ പാർട്ട് 2 എൻ്റെ ചെറിയ അടുക്കള പാചകം, അതൊന്ന് കണ്ടുനോക്കാൻ. അതിനകത്തും ഈ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കമൻറ്റ് പിന്നെയും വായിച്ചു തരാം കേട്ടോ. ഇപ്പം ചാളയുടെ കമൻറ്റ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇനിയുണ്ട് കമൻറ്റ്. എനിക്ക് കുഞ്ഞക്ഷരം ആയതുകൊണ്ട് എനിക്ക് വായിക്കാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച, തലയിൽ ഇത് രക്തം ചുരുങ്ങി ബ്ലഡ് ബ്ലോക്കായി, ഇപ്പോൾ വെള്ളം കണ്ണിലേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ കണ്ണിന് കാഴ്ചക്ക് ചെറിയ മങ്ങലും കാര്യങ്ങളുണ്ട്. നല്ല മങ്ങലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മരുന്ന് കഴിച്ച് പിന്നെ സർജറി കഴിഞ്ഞ പിന്നെ കണ്ണാടി വെക്കുന്നുണ്ടായിരുന്നു, കുറവുണ്ട്. പിന്നെ കണ്ണാടി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് യൂസ് ചെയ്യാത്തത്. എനിക്ക് കണ്ണാടി വെച്ചിട്ട് എന്തോ പോലെ ഒന്ന് ഓർത്തിട്ട് പിന്നെ ടി വി ഒക്കെ കാണുമ്പോൾ മാത്രമേ ഞാൻ കണ്ണാടി വയ്ക്കുള്ളൂ. പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും. എനിക്ക് ഈ ചെറിയ അക്ഷരം വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. പിന്നെ അടുത്ത കമൻറ്റ്, പ്രായത്തിന് എന്താ ഒന്ന് വായിച്ചാൽ എനിക്ക് കാണാൻ പറ്റണില്ല. പ്രായത്തിന് ചേരുന്ന ഡ്രസ്സ് ഇടും. ഓക്കെ, നമുക്ക് ഡ്രസ്സ് ഇടാൻ പ്രായമില്ല. അത് എല്ലാവരും പൊതുവെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന നാട്ടുംപുറമാണ്. കോട്ടയം ജില്ല കുറവലങ്ങാടാണ്, നാട്ടുംപുറമാണ്. ഇവിടെ നാട്ടുംപുറത്തുള്ള എല്ലാവർക്കും പൊതുവേ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, എറണാകുളത്ത് നിന്ന് വരുന്ന ആളാണെങ്കിൽ, ഞാൻ എറണാകുളത്ത് നിന്നാണല്ലേ വന്നത്, അപ്പം എല്ലാവരും എന്തോ മനുഷ്യന്മാരെ കാണാത്ത പോലത്തെ ഒരു നോട്ടം, നാട്ടുംപുറത്തുള്ളവരുടെ നോട്ടമൊക്കെ. അത് നമുക്ക് കാര്യമാക്കണ്ട. എന്താണ് അവിടെ. പക്ഷേ ഈ നാട്ടുംപുറത്തുള്ള ഇവരുടെ വീട്ടിലത്തെ കുട്ടികൾ ഇപ്പോൾ പുറത്തോട്ട് പോയി നോക്കിയേ, എറണാകുളത്ത് വന്നത് ഇവർ നോക്കിയേ, ഒരു തുണിയും തൊപ്പും പോലും ഉണ്ടാവില്ല ഇടുന്നത്, അതേപോലത്തെ അവസ്ഥയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവരെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സിന് പ്രായമൊന്നുമില്ല. നമുക്ക് കംഫർട്ടായ ഡ്രസ്സ് ഏത് പ്രായത്തിനും ഇടാം. ഇപ്പം ചുരിദാർ, നമ്മുടെ അമ്മമാരൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ ഏതൊരു മക്കൾക്ക് ആഗ്രഹമുണ്ട്. ചില അമ്മമാരെടുത്ത് പറയും, ചുരിദാറൊന്നും ഇടണ്ട അമ്മ, പ്രായമായി ചുരിദാറൊന്നും ഇടണ്ട. അപ്പോൾ അവിടെയൊന്നും അവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങൾ. അവരുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റാതെ ഇരുന്നിട്ട് അവർക്കൊരിടാൻ തോന്നുമ്പോൾ നമ്മൾ അനുവദിക്കണം. എല്ലാ അമ്മമാർക്കും മക്കൾ സ്നേഹിക്കണം. മക്കൾക്ക് അങ്ങനെ പറയാൻ പാടില്ല. മക്കൾ അമ്മമാരോടായാലും. ഇപ്പോൾ ഒരു മുതിർന്ന ഒരു ചേച്ചി ഡ്രസ്സ് ഇട്ടുണ്ടാകുമ്പോൾ കളിയാക്കല്ലേ ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് നല്ലതാണ്, എന്താണ് അവർക്ക് ഇഷ്ടമായ അവരോട് ശരീരത്തോട് ഇണങ്ങുന്ന പ്രായത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് തന്നെയാണ് അവരിടുന്നത്. അതായത് പ്രായത്തിന് അനുസരിച്ച് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇപ്പം സാരി മാത്രമല്ല. പ്രായമായി കഴിഞ്ഞാൽ ഇപ്പം 45 വയസ്സ് 35 കല്യാണം കഴിഞ്ഞാൽ സാരി മാത്രം എടുക്കണമെന്ന് ഒരു നിയമവും ഇല്ല. അതിന് ചേച്ചിക്ക് പ്രായമായെന്ന് ആരാ പറഞ്ഞത്? കമന്റ് ഇട്ട ആളുടെ പേര് എന്തിട്ടാ? കമന്റ് ഇട്ട ആൾക്കുടെ പേര് ഞാൻ പറഞ്ഞുതരാം. എന്തിട്ടാണ്? ജിത്തു ഉണ്ണി അല്ല, ഗീതു ഉണ്ണി. ഇത് ഫേക്ക് ഐഡി ആണോന്നൊന്നും അറിയില്ല, ആരാന്നൊന്നും അറിയില്ല. ഒരു പെണ്ണിന്റെ പേരില് ഗീതു ഉണ്ണി എന്നാണ് പേര്. പക്ഷെ നമുക്ക് ഫേക്ക് ഒറിജിനൽ ഐഡി ആണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ ആള് എന്തൊക്കെ ഡ്രസ്സ് ഇടണം, എന്തൊക്കെ കാണിക്കണം നമുക്ക് ആർക്കും അറിയില്ല. അതിൽ ഇന്ന് എനിക്കൊരു പ്രയാസമില്ല. പിന്നെ പറഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ ഞാനൊന്ന് അറിയിച്ചതാണ്. എനിക്ക് വന്ന കമൻറ്റ് ആദ്യമായിട്ട് ഇച്ചിരി കൂടുതൽ കമൻറ്റ് വന്നപ്പോൾ അതിനുള്ളൊരു സന്തോഷം കൊണ്ട് ഞാൻ എല്ലാവരെയും കമൻറ്റ് വായിച്ച് കേൾപ്പിക്കുന്നതാണ്. പിന്നെ വേറൊരു കമൻറ്റ്, ചാള വാങ്ങിയ പകുതി പൈസ മതി ഒരു ഷാള് വാങ്ങാൻ. ആ കമന്റ് ഒന്ന് കാണിച്ചു ചേച്ചി. ചാള വാങ്ങിയ ഇട്ട ആള് ആരാ? അതും ആ കമന്റ് ഇട്ടേക്കുന്നത് ഗീതു ഉണ്ണിയാണ് ആ കമന്റ് ഇട്ടേക്കുന്നത്. ഈ ഗീതു ഉണ്ണി എന്ന് പറഞ്ഞത് പെണ്ണാണോ ആണാണോന്ന് എനിക്കറിയില്ല. അവർ ഒരു കാര്യം ചെയ്യും,
അവരാരായാലും ഒന്ന് എൻ്റെ കമൻറ്റിൽ അവരുടെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഇതാ, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാം. എന്നിട്ട് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചാള വാങ്ങാനുള്ള പകുതി പൈസ മതിയെ ഷാൾ വാങ്ങാൻ. എനിക്ക് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എനിക്ക് ഈ മരുന്നുകൾ ഒത്തിരി കഴിക്കുന്നതായിട്ട് സൈഡ് എഫക്റ്റ് കൊണ്ട് ഷുഗർ വന്നിട്ടുണ്ട്. ഷുഗർ വന്നത് 5 നേരമാണ് ഇൻസുലിൻ കുത്തണമായിരുന്നു. ഇപ്പോൾ 2 നേരം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻസുലിൻ കുത്താനും പിന്നെ എനിക്ക് സ്വയം കുത്താൻ പറ്റില്ല. കണ്ണിൻ്റെ ഈ മങ്ങൽ കൊണ്ട് സ്വയം കുത്താൻ പറ്റില്ല. അനിയന്മാർ തന്നെയാണ് ഇഞ്ചക്ഷൻ എടുത്ത് തരുന്നത്. അപ്പം എനിക്ക് കാലുമ്മ ഓൾറെഡി കാല് വേദന, കാലുമ്മ കുത്താൻ പറ്റില്ല. വയറാണെങ്കിൽ മൊത്തം സർജറി ചെയ്ത് വെച്ചേക്കുന്നതാണ്, മൊത്തം സർജറി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് വയറിന് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഈ നിറച്ചും സർജറി ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. അപ്പം ഞാൻ കൈമ തന്നെ ഞാൻ കുത്തുള്ളൂ. അപ്പോൾ ഈ കൈയുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ 2 ഡ്രസ്സ് ഉണ്ട് കൈയുള്ളത്, അത് ഞാൻ ഇടാൻ പറ്റില്ല. ഫിറ്റാണത്, എന്നാലും ഞാനത് ഇടണില്ല. പുറത്തോട്ട് പോകുമ്പോൾ ഇടും, പിന്നെ ഇടില്ല. അപ്പോൾ ഇൻസുലിൻ കുത്താൻ എളുപ്പമായിട്ട് ഇങ്ങനെ കൈയില്ലാത്ത സംഭവമൊക്കെ ഇടും. അപ്പോൾ എളുപ്പത്തിന് അവർക്ക് കുത്താം. പിന്നെ കൈയുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അത് ഊരിയിട്ട് വേണം ഇൻസുലിൻ എടുക്കാൻ. ഏത് നേരം നമുക്ക് ഇൻസുലിൻ എടുക്കാൻ അത് പറ്റില്ല. പിന്നെ ചാളക്ക് നമുക്ക് 50 രൂപ ഇവിടെ കിലോ. 100 രൂപയ്ക്ക് 2 കിലോ അന്ന് മേടിച്ച അച്ചാറിട്ടതാണ്. പിള്ളേർക്കൊരാഗ്രഹം എന്തെങ്കിലും അച്ചാറുണ്ടെങ്കിൽ. പിന്നെ ഇടക്കിട്ട് എനിക്കും ഞാനങ്ങനെ പണികളൊന്നും എടുക്കാറായിട്ടില്ല, ശരിക്കും എടുക്കണില്ല, എന്നെക്കൊണ്ട് എടുപ്പിക്കാറുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ് എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല, കംഫർട്ടായിട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ഡോക്ടറിൻ്റെ അനുവാദമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടക്കിട്ട് ഒന്ന് ചെയ്യാൻ തോന്നിയിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യാൻ തോന്നിയിട്ട് ചെയ്യുന്നത്. അനിയന്മാർ പറയും ചേച്ചിക്ക് വയ്യെങ്കിൽ ചെയ്യരുതെന്ന് പറയും. പക്ഷെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്ന ഓരോ ജോലിയാണ് അത്. ഞാനത് യൂട്യൂബിനകത്ത് ഇടുന്നത്. ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം അനിയന്മാരും ഡോക്ടറും എല്ലാവരുടെ അഭിപ്രായത്തിലാണ്. എന്താണ് മൈൻഡ് ടെൻഷൻ കൊണ്ട്, അത് നിങ്ങൾക്ക് ഈ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അസുഖമുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദനയും കാര്യങ്ങളും ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ അത്രയും വേദന അനുഭവിക്കേണ്ട എൻ്റെ ശരീരത്തിൽ. ഈ സർജറി കഴിഞ്ഞിട്ട് പോലും എൻ്റെ തലവേദന പൂർണ്ണമായിട്ട് മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും, ശരിയാണ് ഡോക്ടർ പറഞ്ഞത്, പൂർണ്ണമായി മാറില്ല ഈ അസുഖം. പക്ഷേ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്തോ എൻ്റെ മക്കൾ, എൻ്റെ കൊച്ച്, 2 അനിയന്മാർ, എൻ്റെ ഡോക്ടർ അത്രയും ചികിത്സിച്ച് എന്നെ നോക്കിയ ആ ഡോക്ടർ, എല്ലാവരെയും ഞാൻ മനസ്സിൽ കൊണ്ടിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ എല്ലാ വേദന സഹിക്കാൻ എനിക്കൊരു കരുത്ത് ദൈവം തന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് എനിക്ക് കിട്ടിയെന്ന് അറിയില്ല. നല്ലോണം കരുത്തും മനക്കെട്ടിയും തന്നു. എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത പല വേദനകളും ഇപ്പോഴും വരുന്നുണ്ട്. അതുപോലെ നെഞ്ചിന് ബുദ്ധിമുട്ടുണ്ട്. ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കാണിക്കാതിരിക്കുകയാണ്. വേരിയേഷൻ ഉണ്ട് ഹാർട്ടിന്, ചെറിയ വേദന ഇടക്കിട്ട് വരുന്നുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യണില്ല. നമ്മളെ താങ്ങാൻ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റാതെ വരും. നമുക്ക് താങ്ങാൻ ആരുമില്ല. അവരെ നമ്മളാണ് താങ്ങണ്ടേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് അസുഖത്തെയും തോൽപ്പിക്കാൻ പറ്റും. അതാണ് ഇപ്പം എൻ്റെ ഒരു ധൈര്യം. നമ്മളെ താങ്ങാൻ ആരുമില്ലെന്ന് വെച്ചിരുന്ന് നമുക്കാണ് അവരെ താങ്ങണ്ടേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വിജയിക്കാം. അപ്പം എനിക്ക് സങ്കടം വന്നിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടാ. ഞാൻ അവർക്കൊക്കെ മറുപടി കൊടുത്തേക്കുന്നു, ഓക്കെ താങ്ക്സ്. പിന്നെ മോശമായിട്ടൊരു മറുപടി ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. എന്താണ്, ഞാൻ ഒരു വീഡിയോ ഇടാന്ന് ഓർത്തു ഇതെല്ലാം പറഞ്ഞിട്ട്. അടുത്തത് ഓക്കെ, മറ്റേ നസീമ ഓക്കെ താങ്ക്സ്. കുറ്റം പറയാനാണെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറേ ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്. അതിനെന്താ ചേച്ചിക്ക് പറയാനുള്ളത്? എന്തായിക്കോട്ടെ, കുറ്റം പറഞ്ഞാലും മോശം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും, കുറ്റമായാലും മോശമായാലും നല്ലതായാലും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് പറഞ്ഞു തന്നെ, അല്ലാതെ വെറുതെ കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. എന്നാൽ എനിക്കിത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇടണമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും കാണും, പക്ഷെ എങ്ങനെ ചെയ്യും, എങ്ങനെയൊക്കെ കാണിക്കും, ചേച്ചിയുടെ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ ഞാൻ പറഞ്ഞേക്കാം. എഡിറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ഫോണല്ല എൻ്റെ കയ്യിലുള്ളത്, സാധാ ഒരു ഫോണാണ്. ഇത് തന്നെ അനിയൻ്റെ, ഇതും സാധാ ഫോണാണ്, ഇതും കംപ്ലൈൻ്റ് ആണ്.
പിന്നെ കൊച്ചിൻ്റെ ഫോണുണ്ട്, അതാണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വലിയ ഇതൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ എഡിറ്റിങ്ങിൽ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നുള്ളത് ഇളയനിയനാ. ഇളയനിയനാണെങ്കിലും അവൻ ജോലിക്കും ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോവും. അപ്പൊ പിന്നെ അവന് സമയം ഉണ്ടാവൂല എഡിറ്റ് ചെയ്യാനും. പിന്നെ അവന് ഫോൺ മാക്സിമം പറ്റാവുന്ന വീഡിയോസ് ഒക്കെ അവൻ എഡിറ്റ് ചെയ്ത് തരാറുമുണ്ട്. അങ്ങനെയുള്ള ആ ഷോർട്ട് വീഡിയോസ് ഒക്കെ അവൻ എഡിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ട്രെൻഡാണ്. പിന്നെ ഏതാ കുട്ടിക്ക് ഡ്രസ്സ് ഇടുക വായിക്കാൻ കിട്ടണില്ല, അതാണ് പ്രശ്നം. ഈ കണ്ണിന്റെ പ്രശ്നം കൊണ്ട് ഒന്ന് ട്രെൻഡ് ആവാൻ ഏതോ കുട്ടിയുടെ ഡ്രസ്സും ഇട്ട് വന്നതായിരിക്കും. ഒരു കുട്ടിയുടെ ഡ്രസ്സല്ല കേട്ടോ അത്, എൻ്റെ കൊച്ചിൻ്റെ ഡ്രസ്സ് പോലല്ല, എനിക്ക് വേണ്ടി മേടിച്ച് തന്ന ഡ്രസ്സാണ് അത്. ഞാനും അനിയനും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേച്ചിക്ക് മേടിച്ചു കൊടുത്ത ഡ്രസ്സ്. അത് സർജറി കഴിഞ്ഞതിന് ശേഷമല്ലേ? സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രസ്സും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് സത്യം വന്നു കഴിഞ്ഞാൽ കരച്ചിൽ വന്നിട്ടുണ്ട്. ഞാൻ ദുബായിലായിരുന്നപ്പോഴും എവിടെയായിരുന്നപ്പോഴും ഡ്രസ്സ് അങ്ങനെ എനിക്ക് വേണ്ടി അങ്ങനെ അധികം ഡ്രസ്സ് ഞാൻ മേടിക്കാറില്ല. മേടിക്കുകയാണെങ്കിൽ തന്നെ അധികം വളരെ വിലക്കുറവിൻ്റെ നോക്കി പെനിയന് പാൻറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നേരെ പോകുന്നത് ബ്രോഡ്വേയിൽ, അവിടെ പോയിട്ട് കുറേ ഡ്രസ്സ് മേടിക്കും. അത് ഈ വില കുറഞ്ഞ ബനിയൻ ആ ടൈപ്പ് മേടിച്ച് ഇടണമായിരുന്നു. കൂടുതലും ബനിയനും പാൻറ്റും അല്ലെങ്കിൽ ബനിയനും പാവാട. എനിക്ക് ഈ ഡ്രസ്സ് പലതും ഇടാനും വളരെ കൊതിയുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് പട്ടുപാവാട, ഞാൻ അതൊക്കെ പല ഡ്രസ്സ് ഇട്ട ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇഷ്ടംമാതിരി ഡ്രസ്സുകളും പലതും വേഷത്തിലൊക്കെ നിൽക്കുന്ന ഡ്രസ്സ് മോഡലിങ്ങുമാണ്. നല്ല മോഡലിൽ ഫാഷനായിട്ട് നടക്കുകയും ചെയ്യും, അന്ന് സാരി ഉടുത്ത് നടക്കുകയും ചെയ്യും. എല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് എനിക്ക് കരച്ചിലാണ് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റാതെയായിട്ട് അന്ന് പൈസയും ഇല്ല. ഈ മരുന്നിന് തന്നെ നല്ലൊരു എമൗണ്ടാണ് വേണ്ടത്. പിന്നെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കണേ, സ്ഥലം മേടിച്ചാണ് ഞങ്ങൾ ഇവിടെ. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് എറണാകുളത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് കോട്ടയത്തേക്ക് വന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ആശുപത്രിയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരു ജാൻസി അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് ക്യാൻസറാണ്. അമ്മ എൻ്റെ അവസ്ഥയും ഞാൻ ആശുപത്രിയിൽ കിടക്കും. അമ്മ വരുമ്പോഴൊക്കെ ഞാൻ എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഞാൻ 8 മാസത്തോളം ഗവൺമെൻറ് ആശുപത്രി കിടന്ന ഒരു വ്യക്തിയാണ്. 6 മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഈ അമ്മ അങ്ങനെ സ്ഥിരം കണ്ടിട്ട് ഞങ്ങൾ വേറെ ആരെയും ഞങ്ങളെ കാണുന്നില്ല. എൻ്റെ കൂടെ രാത്രിയാകുമ്പോൾ കൊച്ചി, പകലൊക്കെ 2 അനിയന്മാർ നോക്കണം. ഈ മൂത്രവും ഒക്കെ മാറ്റുന്ന ഈ അനിയന്മാർ, എല്ലാം കൊണ്ടുപോകുന്ന അനിയന്മാരെയൊക്കെ ചെയ്യുന്നത് തുടയ്ക്കുന്നതും എല്ലാ അനിയന്മാർ കിടപ്പാണല്ലോ. അപ്പം അത് അമ്മ കണ്ടിട്ട് ഇങ്ങാട് വന്ന് ചോദിച്ചതാണ് എന്താണ് പറ്റിയെന്നും കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പം അനിയന്മാർ കാര്യങ്ങൾ പറഞ്ഞ് ആ അമ്മ വഴിയായിട്ട് കുറച്ച് സഹായം ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് പരിചയത്തിൽ അമ്മ വഴിയായിട്ട് കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ പരിചയപ്പെട്ട ഒരു ജോണിക്കുട്ടി സാറ്. ഇന്ന് ആ സാറ് മരിച്ചുപോയി. അതിലെനിക്ക് വളരെ വിഷമമാണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ സാറ് വഴിയായിട്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് സ്ഥലം മേടിക്കാൻ, നിങ്ങൾ ഉള്ള പോലെ എന്തെങ്കിലും പൈസ നിങ്ങളെ കൊണ്ട് നിങ്ങൾ സംഘടിപ്പിക്കുക. സാറ് പകുതി പൈസ സാറിനെ കൊണ്ട് പറ്റാവുന്ന പോലെ സാറ് ചെയ്യാമെന്ന് പറഞ്ഞു. പകുതിയൊന്നല്ല കേട്ടോ സാറ് തന്നത്, 3/4 ഭാഗം. ഞങ്ങൾക്ക് ആകെ ഒരു എഴുത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 10,000 രൂപ ഞങ്ങൾക്ക് അനിയന്മാർ 2 പേരും കൂടി സംഘടിപ്പിച്ച് റെഡിയാക്കി. ബാക്കി ഫുൾ എമൗണ്ട് ആ ജോണിക്കുട്ടി സാറാണ് ഞങ്ങൾക്ക് തന്നത്. ആ സാറ് വഴിയായിട്ട് ഇവിടെ ഒരു അനിയൻ പരിചയത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ വണ്ടി ഓടിക്കാൻ വന്ന് പരിചയപ്പെട്ടതാണ് പോളേട്ടൻ. ആ ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ സ്ഥലമാണ്. ആ ചേട്ടൻ്റെ സ്ഥലമാണ് ഞങ്ങൾ മേടിച്ചത്. അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾക്ക് എറണാകുളത്ത് സ്ഥലമൊക്കെ മേടിക്കണമെങ്കിൽ നല്ല കാശാണ്. ഇത് നിസ്സാര പൈസക്ക് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അങ്ങനെ അവിടെ മേടിച്ച് അപ്പോൾ വീട് വയ്ക്കാനായിട്ട് ആ സാറ് തന്നെ പറഞ്ഞ് അവിടേക്ക് അന്വേഷിക്കണം, പഞ്ചായത്തിൽ അന്വേഷിക്കുക നമുക്ക്, അല്ലെങ്കിൽ അവിടെ വല്ല ചാരിറ്റബിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുമ ചാരിറ്റബിൾ വഴിയായി ഇവിടെ നാടുകുന്ന് ഒരുമ പറഞ്ഞ് ഞങ്ങൾക്ക് പരിചയപ്പെട്ട് ജോണിക്കുട്ടി സാറും വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ നേരിട്ട് പോയി അന്വേഷിച്ച്. ഓഫനേജിലാണ് വളർന്നതെന്ന് പറഞ്ഞപ്പോൾ ഓഫനേജിലെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് അതും ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. പത്തനംതിട്ട അടൂർ ഓഫനേജിലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുത്തു. അങ്ങനെ ഒരുമ ചാരിറ്റബിൾ വീട് വെച്ചുതരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചാലാണ് വീട് വെച്ചുതരാവുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ജൂണിൽ ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഇത്രയും ദിവസമായിട്ട് വീട് പണി തുടങ്ങിയിട്ടില്ല. ഈ മഴയുടെയും കാലാവസ്ഥയുടെയും ഇതുകൊണ്ടായിരിക്കാം തുടങ്ങിയിട്ടില്ല. പക്ഷെ ജനുവരിയിൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ 2ാമത് പോയി പേപ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പോയിട്ടുണ്ടായി. അപ്പോൾ
ജനുവരിയിൽ വീട് പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരുമ ആ സാറിന്റെ പേരെന്ത്? സാറിൻ്റെ പേര് എനിക്കും ഞാൻ ഓർക്കണില്ല സാറിൻ്റെ പേര്. ഇച്ചിരി നീളം ഒരു ഇത് ആർമി റിട്ടയർഡ് ആർമിയാണ്. ആയ ആർമിയാണ് പുള്ളി, പട്ടാളത്തിലായിരുന്നു. അപ്പോൾ സാറിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. ജോസ് പ്രകാശ് അങ്ങനെ എന്തോ തോന്നുന്നു, കൺഫേം അല്ല. തെറ്റുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയുന്നവർ വീഡിയോ കാണുകയാണെങ്കിൽ അതൊന്ന് തിരുത്തി തന്നേക്ക്. ഞങ്ങൾ സാറെന്ന് വിളിക്കുന്ന ആരുണ്ടായിരിക്കാം, പേര് ഇതുവരെയായിട്ടും ശ്രദ്ധിച്ചിട്ടില്ല. ജോസ് പ്രകാശ് എന്നാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പം അങ്ങനെ വീട് വെച്ചാൽ ആ ഒരു ഇത് കൊണ്ടും പിന്നെ അപ്പം ഡ്രസ്സുകളപ്പം എനിക്ക് മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടായില്ല. എന്നിട്ടും അനിയന്മാർ 2 പേരും കൂടി എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ച് തന്നതിലാണ് ആ മെടിയുണ്ട് ഉപ്പുമുള്ളത്. അതിൻ്റെ ടോപ്പ് കയ്യില്ലാത്തതാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വഴി ട്യൂബ് ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് ലൂസ് ഇപ്പം ചില അടിയിലിടുന്ന ഡ്രസ്സ് പോലും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് ഓപ്പണായിട്ട് ഞാൻ പറയുന്നതാണ്. അലാസ്റ്റിക്കുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫിറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയും പിന്നെ നമ്മുടെ ട്യൂബിൽ കൂടെ വെള്ളം പാസിങ് പോകാൻ ഫിറ്റായിട്ടിരുന്ന പാസിങ് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ലൂസായിട്ട് ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞാൽ ലൂസായിട്ടും പിന്നെ ഓരോ ദിവസം തോറും എൻ്റെ ശരീരം ചീർക്കും. അപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് ഫിറ്റാവും, ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് ഇടണം. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു കുറ്റമോ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ഇനിയുണ്ട് ഒരു കമൻറ്റ്. ആ കമൻ്റ് ഇട്ട ആളുടെ പേരൊരു വെറൈറ്റി പേരാ, വീട്ടുകാരിട്ട് കൊടുത്ത പേരാണെന്ന് തോന്നുന്നു. സൈക്കോ കില്ലറോ? കിട്ടിയില്ല. ഒരു കമൻറ്റ് കൂടി വന്നിട്ടുണ്ട്. അവൻ്റെ ഇത് കാണുന്നില്ലല്ലോ ഇതിനകത്ത്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ അയച്ചേക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടെ. ഒരു പ്രത്യേകിച്ച് ഒരു റിപ്ലൈ ഞാൻ അയച്ചിട്ടില്ല. എല്ലാത്തിനും ഞാൻ വളരെ ഇതായിട്ടാണ് ഞാൻ റിപ്ലൈ അയച്ചേക്കണത്. വേറെ മോശമായിട്ടൊന്നും ഞാൻ അയച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അത് അങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു കാര്യങ്ങൾ. അതാണ് സൈക്കോ കില്ലർ. സൈക്കോ ഗെയിമർ പ്രായത്തിന് ചേരുന്ന ഡ്രസ്സ് ഇടൂ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ്. അതിന് ഈ കമൻ്റ് ഇട്ടത് ഞാനാട്ടോ, അത് ചേച്ചിയല്ല. ഞാനിട്ട കമൻറ്റ് ഞാൻ വായിക്കാം. ഇതാരാണെന്നറിയില്ല, സ്വന്തം മാതാപിതാക്കൾ ഇട്ട നല്ല പേരുകൂടി ഇടാൻ ശ്രദ്ധിക്കുക. കാരണം ആരാണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് ആ പേര് വെച്ചിട്ട് നമുക്ക് ശരിയാണ്. സൈക്കോ കില്ലർ അല്ല, ഗെയിമർ. സൈക്കോ മീൻസ് ഭ്രാന്തനോ വട്ടനോ അങ്ങനെ എന്തോ ആണ്. സൈക്കോ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ലേ, ഒരു സൈക്കോ മൈൻഡ്, ക്രൂര മൈൻഡുള്ള. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. യൂട്യൂബിനകത്ത് നമ്മുടെ വീഡിയോ കാണുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇപ്പോൾ പ്രാന്തന്മാരായാലും സൈക്കോക്കാരായാലും എൻ്റെ വീഡിയോ കണ്ടൊന്ന് നന്നായാൽ മതി. സന്തോഷമുണ്ട് എനിക്ക്. വീഡിയോ കണ്ട് നന്നാവാനുള്ള വീഡിയോ ഒന്നല്ല ഞാൻ ഇട്ടേക്കണേ, ചാളച്ചാടുന്നതാണ്. അങ്ങനെയെങ്കിലും ഇട്ട് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ ആ സൈക്കോ മൈൻഡൊക്കെ മാറും. സത്യം പറഞ്ഞാൽ എന്നെ ഇതാക്കാനായിട്ട് കമൻ്റ് ഇങ്ങനെ ഇടണമെന്നേ ഇല്ല. ഇഷ്ടപ്പെട്ടവർ കാണുക, ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ഇടുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രമോഷൻ, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പ്രമോഷനേക്കാളും കൂടുതൽ ഈ ഇട്ട കമൻസിൽ എനിക്ക് തോന്നുന്നു കമൻ്റ് ഇടാൻ മടിയുള്ള കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഈ ഇട്ട കമൻസ്, നെഗറ്റീവ് കമൻസ് ഇട്ടവർക്കെല്ലാം ലൈക്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലായി. നമ്മൾ ഈ 19-ാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? ശരിയാണ്. ഈ കമൻ്റ് ഇടാൻ മടിയായിട്ടായിരിക്കാം എല്ലാവരും ആ കമൻ്റ് ഇട്ടവന്മാർക്കൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട്. അതും വേറൊരു സൈക്കോ മൈൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് കാണിക്കുന്നത്. നേരിട്ട് പറയാനുള്ളവർ നേരിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരാനാണെങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു തരണമെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ അവസ്ഥയും കാര്യങ്ങളും, ഡ്രസ്സ് എന്തെങ്കിലും മേടിച്ചു തരണമെങ്കിൽ മേടിച്ചു തന്നാലും ഞാൻ 2 കൈയിട്ട് സ്വീകരിക്കും. ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതും എനിക്ക് ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മേടിച്ചു തരാനൊന്നും ആരുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് മേടിച്ചു കൊടുക്കുക. അച്ഛൻ അമ്മ ഞങ്ങൾക്ക് വേറെ ആരും ഞങ്ങൾക്കില്ല.
പിന്നെ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. ദൈവമുണ്ട്, പിന്നെ ഇഷ്ടംമാരെ ആൾക്കാർ, ഇതിൽ തന്നെ കുറെ നല്ല ആൾക്കാരുണ്ട്, നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട്, നമ്മുടെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. നല്ലതാണ് മോളെ, പിന്നെ ഇങ്ങനെയൊക്കെ ഇടുന്നത് നല്ലതാണ്, ഇപ്പൊ മനസ്സിനും ഒരു സുഖം കിട്ടും, ടെൻഷൻ കുറഞ്ഞു കിട്ടും, അങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എല്ലാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരു വ്യക്തിക്കും അനുഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ എനിക്ക് ഈ കമൻറ്റ് കിട്ടി ഞാനിപ്പോൾ അനുഭവിച്ചത്. എനിക്കൊരു വിഷമം വന്നു. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തിനാ വിഷമിക്കണേ? കമൻറ്റ് ഒരു ചാനൽ തുടങ്ങുമ്പോൾ നല്ല അഭിപ്രായവും മോശം അഭിപ്രായവും എല്ലാവരും പറയും. അത് പൊതുവേ ഉള്ള ഒരു മലയാളികളുടെ സ്വഭാവമാണ്. ഇപ്പം ഞാൻ ഇതുവരെയായിട്ടും എനിക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണും. പക്ഷെ ഞാനിതിൻ്റെ മോശമായിട്ട് ഒരാൾക്ക് കമൻറ്റ് അയക്കാറില്ല. ഞാൻ ലൈക്ക് അടിക്കും, കമൻറ്റ് അയക്കാറേ ഇല്ല. എന്നാൽ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള അർഹത ഉണ്ടാകുന്നത് ഞാൻ തന്നെ ചിന്തിക്കണം. അവർ എന്തോരോ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ പിടിച്ചിടണം, അവരുടെ ഉള്ള ഫോണിൽ വെച്ച് ഇടുന്നത്. അപ്പോൾ നമ്മൾ അത് കുറ്റം പറയാനാ നല്ലത് പറയാനാ ചെയ്ത നമുക്ക് അർഹത ഉണ്ടാകുന്ന അറിയില്ല. അതുകൊണ്ട് ഞാൻ ലൈക്ക് അടിക്കും, കമൻറ്റ് ആർക്കും ഞാൻ അങ്ങനെ ഇടാറില്ല. കമൻറ്റ് എനിക്ക് മനസ്സിലായ വീഡിയോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് കമൻ്റ് ഇട്ട് ചോദിക്കും എന്താണ്, അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു, അത്രയും ഞാൻ പറയുള്ളൂ. അല്ലാതെ വേറെ അതിൽ കൂടുതൽ ഞാനൊന്നും ഇടില്ല. പിന്നെ ഇത്രയും പറഞ്ഞത് വീണ്ടും പറയുന്നത്, ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കാണിച്ചു തരാം. കേട്ടോ, ഇത് നല്ല ലോഹയാണ്, ഇത് ഇച്ചിരി നല്ല ലൂസാണ് കേട്ടോ. പക്ഷെ വയറൊക്കെ ഇത്രയും വയറുണ്ട്. ഇന്ന് ഇച്ചിരി ശരീരം ഇച്ചിരി ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇച്ചിരി ഒട്ടിയേക്കുന്നതാണ്. ഇത് ഇച്ചിരി ഫിറ്റായിരുന്നു, കുറച്ച് ഫിറ്റായിട്ട് ഞാൻ വള്ളിയൊക്കെ കണ്ടോ, 2 വശത്തുള്ള വള്ളി പൊട്ടിച്ചളഞ്ഞു. അങ്ങനെ വള്ളിയൊന്നും കെട്ടാതെ അങ്ങനെ ഇരുന്ന് ഇറങ്ങിക്കൂടി ഫിറ്റായിട്ടിരുന്ന സാധനമാണ്. ഇപ്പം ഇന്ന് ലൂസ്, വളരെ ലൂസ്. അതാണ് ചില ദിവസങ്ങളിൽ ഭയങ്കര ലൂസും ചില ദിവസങ്ങളിൽ ഭയങ്കര ഫിറ്റായിരിക്കും. അതെൻ്റെ ശരീരത്തിൻ്റെയാണ്. അതെല്ലാ മനുഷ്യന്മാർക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അവരുടെ ശരീരം ക്ഷീണിക്കുകയും ചീർക്കുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് കടിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ശരീരം വീർത്തു ഇരിക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ കുശുമ്പോ കുന്നായ്മയൊക്കെ തോന്നി തരും. അതേ പക്ഷെ ഞാൻ സ്ലിം ആയിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വണ്ണമുള്ളവരാണെങ്കിൽ വീട്ടിലൊന്നുമില്ലേ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, എനിക്ക് 2 അനിയന്മാർ, എൻ്റെ കൊച്ച്, അവരാണ് എന്നെ നോക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടും തുടങ്ങിയതല്ല, വേണ്ടി തുടങ്ങിയ സംഭവമല്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറും അനിയന്മാരും പറഞ്ഞിട്ട് എൻ്റെ മൈൻഡ് സെറ്റ് ആവാൻ വേണ്ടി ഓപ്പണായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ, ഇവിടെ ഇഷ്ടംമാരെ കാഴ്ചകളുണ്ട്, അതൊക്കെ കണ്ട്, അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ അതൊന്നും ഇട്, അപ്പോൾ അത് ഒരു ടൈം പാസ്സാണ്. അത് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് മൈൻഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പകുതി ആശ്വാസമുണ്ട്. അസുഖങ്ങളായാലും എല്ലാം ഞാൻ അതിൽ നിന്ന് കുറച്ച് മൈൻഡ് എൻ്റെ പോകുന്നുണ്ട്. നല്ല മൈൻഡായി വരുന്നുണ്ട്, നല്ല സുഖമായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നതാണ്. അല്ലാതെ ഇതിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ല ഇട്ടേക്കുന്നത്. നമുക്കൊരു വയ്യാഴിക വന്ന് അടച്ച് കൂടിയിരിക്കുമ്പോഴാണ് കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. ശരിയാ, നമ്മൾ വയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ അടച്ചുകൂട്ടിയിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കിടക്കുകയാണെങ്കിൽ ക്ഷീണവും കൂടും വയ്യായ്മയും കൂടും. അതേ പക്ഷെ നമുക്കൊരു അസുഖമില്ല എന്നും പറഞ്ഞ് നമ്മൾ പുറത്തൊക്കെ നടക്കണം. അമ്പലത്തില് കൗസല്യ ഇപ്പൊ 6:30 എങ്ങാണ്ടായുള്ളൂ, സന്ധ്യയുള്ളൂ. പക്ഷെ എല്ലാരും കേട്ടാന്ന് അറിയില്ല കേട്ടാ. കൗസല്യ രാമപൂർവ സന്ധ്യ പ്രദത്തതേ ഇടക്കിട്ട് മാറിപ്പോവും, റെക്കാർഡ് വെക്കുന്നതേ അവിടെ മാറിപ്പോവും ഈ അമ്പലത്തില്. അങ്ങനെയും കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരു ദേഷ്യം തോന്നരുത്. ചില യൂട്യൂബ് ചാനലുകാർ പറയാറുണ്ട്, മലപ്പുറത്ത് അങ്ങനെ കുറേ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണാറുണ്ട്, കമൻ്റൊക്കെ ഭയങ്കര മോശമായിട്ട് കമൻറ്റ് വന്നിട്ട് അവർ വായിക്കുന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ഇവർക്ക് അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട് എന്ത് സുഖമാണ്, എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ കമന്റ് ഇട്ട് അവരെയൊക്കെ വേദനിപ്പിക്കണേ. അങ്ങനെ ആരെയും, എന്നെയല്ല മറ്റുള്ളവരായാലും ആരെയായാലും കമൻറ്റ് മോശമായിട്ടിട്ട് വേദനിപ്പിക്കരുത്. പൊതുവേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ആരും എൻ്റെ വീഡിയോ ഒന്നല്ല, ഇഷ്ടംമാരെ പല വീഡിയോയിലും കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള ഒരു ചേച്ചി, അവർ വീടൊക്കെ വെച്ച് നല്ല ഇതായിട്ട്
അവർ എന്നിട്ട് ഇപ്പോഴും പഞ്ഞം പറഞ്ഞുകൊണ്ട് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ മോശമായ കമൻറ്റ്. അപ്പോഴും ഞാനും എടുത്ത് നോക്കി അവരുടെ കമൻറ്റൊക്കെ വളരെ മോശമായ കമൻറ്റുകളൊക്കെ അവർക്ക് വന്നേക്കുന്നത്. അങ്ങനെയൊന്നും ആർക്കും ഇടരുത് കേട്ടോ. ദൈവത്തിനോർത്ത് നിങ്ങൾ ഇത് കാണുന്നവരായാലും ആര് കണ്ടാലും ഇങ്ങനെ മോശമായുള്ള കമൻറ്റ് ഇടലേ. നമ്മൾ പറഞ്ഞു കൊടുക്കുക, അറിവുള്ളത് പറഞ്ഞു കൊടുക്കുക. എനിക്കിപ്പോൾ മെയിനായിട്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്, എനിക്കുള്ള ഡ്രസ്സേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് മേടിക്കാൻ പൈസ ഇല്ല. എൻ്റെ നില ഇപ്പം ഇച്ചിരി മോശമാണ്, വളരെയധികം മോശമാണ്. ഞാൻ എൻ്റെ ഹാർട്ടിൻ്റെ ഇതിന് പോലും ഞാൻ ചെക്കപ്പിന് പോകാതിരിക്കുന്നതാണ്. ഇപ്പോൾ വിനീത് ഡോക്ടർ, എൻ്റെ ന്യൂറോ സർജൻ വിനീത് ഡോക്ടർ വരെയും ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല. 2 മാസം ആകുമ്പോൾ കാണാൻ പോയിട്ട്. മരുന്ന് മേടിക്കാനുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചെക്കപ്പിന് പോകാൻ, പിന്നെ ഡോക്ടർ പറഞ്ഞ ഹാർട്ടിൻ്റെ അവിടെ പോയി എക്കോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നോന്ന്, റിപ്പോർട്ടും കൊണ്ട് വന്നോന്ന് പറഞ്ഞാണ്. അപ്പോൾ യാതൊരു നിവൃത്തി എനിക്കിപ്പില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും നോക്കണില്ല. പിന്നെ എന്തോ ഒരു ശക്തി എന്നെ പിടിച്ച് നിർത്തുന്നുണ്ട്. എനിക്ക് എല്ലാത്തിനും ഒരു വേദനക്കും എല്ലാത്തിനും എനിക്കൊരു ഇത് തന്നെ ഉണ്ട്, ധൈര്യം. അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ്. ഓക്കെ, മരുന്നുകൾ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മരുന്നുകൾ കഴിക്കാതെ നോക്കാം. എന്നാലും ചില മരുന്നുകൾ നമുക്ക് മുടക്കാൻ പറ്റാത്ത മരുന്നുകളും ഉണ്ട്. അതും മുടക്കണില്ല, അതും കഴിക്കുന്നുണ്ട്. പക്ഷേ വേറെ ചെക്കപ്പുകളെല്ലാം ഇപ്പം മുടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ചെയ്യണം. ഇനി പൈസ ഉണ്ടാകുമ്പോൾ അതെല്ലാം ചെയ്യും. അതിൻ്റെ ഇടയിൽ എനിക്ക് ഡ്രസ്സും മേടിച്ച്, പിന്നെ കമ്മൽ, ചില വീഡിയോയിൽ ഒട്ടും കമ്മൽ പോലും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ചെയ്യുന്ന കണ്ണെഴുതൽ, ഒരു പൊട്ടിടൽ, ലിപ്സ്റ്റിക്ക് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള സാധനമാണ്. അതുപോലെ ഇപ്പം തീർന്നിട്ട് ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചിട്ട് അത് എനിക്ക് കളറ് ചേരണമെന്നില്ല, വലിയ കളറ് ചേരുന്നില്ല. എന്നാലും ചില സമയത്ത് ഇപ്പം അതൊന്നും ഇടണില്ല, മൈൻഡ് അതൊന്നും ഇല്ല അപ്പം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പേക്കർ പിടിച്ച വീഡിയോ ഒക്കെ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ ഫസ്റ്റ് തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. പിന്നെ ഉള്ള ഡ്രസ്സ് ഇട്ട്, പിന്നെ ഇതിനേക്കാളും ബനിയൻ ഇട്ടിട്ടുണ്ട്, കൈയില്ലാത്ത വേറെ ഉടുപ്പൊക്കെ ഇട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉള്ള ഡ്രസ്സ് വെച്ച് എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഒന്നും കൂടി ശ്രദ്ധിക്കുക, പറഞ്ഞു തരിക, അതിന് സന്തോഷമുള്ളൂ, വേറൊന്നും തോന്നരുത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനിയും ഞാൻ വീഡിയോ ഇടും കേട്ടോ. ഇതൊന്നും പറഞ്ഞെന്നോർത്ത് ഞാൻ തളരാനും പോണില്ല, വിഷമിക്കാനും പോണില്ല. ഇനിയും ഞാൻ നല്ല വീഡിയോകളിടും. പക്ഷേ ഉള്ള ഡ്രസ്സ് ഇട്ട് വീഡിയോ ഇടും. ഇനി പുതിയ ഡ്രസ്സ് മേടിച്ച് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ തരാം. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മേടിച്ച് തന്നാൽ വളരെ സന്തോഷം. എനിക്കും എൻ്റെ അനിയന്മാർക്കും എൻ്റെ കൊച്ചിനും മേടിച്ച് തന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു മിഠായി മേടിച്ച് തന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. അല്ലാതെ അതിൽ പൈസ ഒന്നും ഞങ്ങൾ നോക്കണില്ല. ഓക്കെ, ബൈ. സന്തോഷമായി.